ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പാലക്കാട് നെല്ലിയാമ്പതിയിലേക്ക് നടത്തിയ 2 ദിവസത്തെ ട്രിപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. വരിക്കാശ്ശേരി മന, പോത്തുണ്ടി ഡാം, നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ യോഗ സെൻറ്റർ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്തത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ കോഴിക്കോട് നിന്ന് രാവിലെ 7 മണിക്കാണ് പുറപ്പെട്ടത്. ആദ്യം പോയത് ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലെ മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ്. ഏകദേശം 150ലധികം ചിത്രങ്ങൾക്ക് ഇവിടം ലൊക്കേഷൻ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത്. സിനിമ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് പ്രവേശനമില്ല കേട്ടോ. 30 രൂപയാണ് എൻട്രി ചാർജ്. മനയുടെ ഓരോ ഭാഗവും കാണുമ്പോൾ മലയാള സിനിമയുടെ പല സീനുകളും നമ്മുടെ മനസ്സിലേക്ക് വരും. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരി ആയാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. പിന്നീട് ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ നിരവധി മലയാള സിനിമകളും അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്റർ മാറി നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലാണ് പോത്തുണ്ടി ഡാമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ എൻട്രി ചാർജ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ടൈമിംഗ്. ഡാമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുള്ള ഗാർഡനാണ് കാണുന്നത്.
ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയുമുണ്ട്. പൂന്തോട്ടത്തിനിടയിലുള്ള നടപ്പാതയിലൂടെ പടികൾ കയറി മുകളിലെത്തിയാൽ നെല്ലിയാമ്പതി മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇതുകൂടാതെ ഇവിടെ സ്കൈ സൈക്കിൾ, ഫ്രീ ഫാൾ, സിപ്പ് ലൈൻ തുടങ്ങിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസുമുണ്ട്. പോത്തുണ്ടി ഡാമിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നെന്മാറ നെല്ലിയാമ്പതി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും. രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് വാഹനങ്ങളൊക്കെ കടത്തിവിടുക. വൈകിട്ട് 5 മണിക്കാണ് തിരിച്ചു വരേണ്ട ടൈം. വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്താൽ വാഹനം കടത്തിവിടും. 10ഓളം ഹെയർപിൻ വളവുകളുള്ള ചുരം കടന്നു വേണം നെല്ലിയാമ്പതിയിൽ എത്തിച്ചേരാൻ. ഇതിലൂടെയുള്ള യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇടയ്ക്ക് ചെറിയ വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള കോട മൂടിയ മനോഹരമായ ഫോറസ്റ്റ് റൂട്ടാണിത്. അങ്ങനെ ഞങ്ങൾ ചുരത്തിൻ്റെ മുകളിലുള്ള വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇടയ്ക്ക് കോട മാറുന്ന സമയത്ത് നെല്ലിയാമ്പതി മലനിരകൾ കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. വൈകുന്നേരത്തോടെ ഞങ്ങൾ നെല്ലിയാമ്പതി എത്തി. അവിടെ നിന്ന് പോയത് ടൗണിൽ തന്നെയുള്ള ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്കാണ്. 25 രൂപയാണ് ഇവിടുത്തെ എൻട്രി ചാർജ് വരുന്നത്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 8 മണി മുതൽ 5 വരെയാണ് ടൈമിംഗ് വരുന്നത്. മനോഹരമായി പരിപാലിക്കുന്ന ഫാമിൽ സീസണിൽ വ്യത്യസ്ത തരം പൂക്കളും പച്ചക്കറികളും നമുക്ക് കാണാൻ പറ്റും. ഡിസംബർ പകുതി മുതൽ ഫെബ്രുവരി വരെ ഓറഞ്ചിൻ്റെ സീസണാണ്. ആ സമയത്ത് ഇവിടെ നിന്ന് ഓറഞ്ച് മരങ്ങൾ നടുന്നതും വിളവെടുക്കുന്നതൊക്കെ കാണാം. ഇവിടെ ട്രീ ഹട്ടുകളുമുണ്ട്. ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് എന്നിവയുടെ ജാമുകളും സ്ക്വാഷുകളും ഓറഞ്ചുമെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇതിനടുത്ത് തേയിലത്തോട്ടങ്ങളും കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി ITL ഹോളിഡേയ്സ് റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ബുക്കിംഗ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റിസോർട്ട് എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും റൂമൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ ഡോർമെട്രിയും അവൈലബിൾ ആണ്. കൂടാതെ നേരത്തെ പറഞ്ഞാൽ ഫുഡും ക്യാമ്പ് ഫയറും ഇവർ സെറ്റാക്കി തരും. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ കാട്ടുപന്നി, കരിങ്കുരങ്ങ്, മലയണ്ണാൻ, മയിലിനെയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഫുഡിന് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഓറഞ്ച് ഫാമിൻ്റെ അടുത്ത് ഒരുപാട് ഹോട്ടലുണ്ട്. അവിടുന്ന് കഴിക്കുന്നതാണ് നല്ലത്. ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു ഞങ്ങൾ. രാവിലെ 8 മണിയായപ്പോൾ മാട്ടുമലയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കാണ് ഞങ്ങൾ പോയത്.
വിളിച്ചാൽ ജീപ്പ് റിസോർട്ടിലേക്ക് വരും കേട്ടോ. ഓറഞ്ച് ഫാമിൻ്റെ എൻട്രൻസിനടുത്തുനിന്ന് ഒരുപാട് ജീപ്പ് അവൈലബിൾ ആണ്. 8 പേർക്ക് വരെ പോകാവുന്ന ജീപ്പിന് 1500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്നവർ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇതൊരു അടിപൊളി യാത്രയാണ്. ഞങ്ങളിതാ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി കടത്ത് വിടാൻ 100 രൂപയും ആളൊന്നിന് 50 രൂപ വെച്ചും ചെക്ക് പോസ്റ്റിൽ കൊടുക്കേണ്ടതാണ്. ഏകദേശം 2 മണിക്കൂർ ടൈം വരുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. പോകുന്ന വഴിയിലൊക്കെ ഫുള്ളായിട്ട് കുഴിയും പാറക്കെട്ടും കല്ലിൻ കൂട്ടങ്ങളൊക്കെ ഉള്ള അപകടം പിടിച്ച റോഡായതുകൊണ്ട് തന്നെ ഇവിടേക്ക് മറ്റ് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. പോകുന്ന വഴിയിൽ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കുറവാണെങ്കിലും ഈ റൂട്ടിലൂടെയുള്ള സാഹസിക യാത്ര അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ പോകുന്ന യാത്രയിൽ 2 വ്യൂ പോയിൻ്റ് ഇവർ കാണിച്ചു തരും. അങ്ങനെ താ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ സ്പോട്ടിന് മിന്നാംപാറ എന്നാണ് കേട്ടോ പറയുക. ഞങ്ങൾ രാവിലെ 8:30-ക്കുള്ള ട്രിപ്പിനാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ മൊത്തം കോട നിറഞ്ഞതുകൊണ്ട് താഴേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. കോട ഇല്ലാത്ത സമയമാണെങ്കിൽ പാപ്സൺ എസ്റ്റേറ്റും സീതാർകുണ്ടും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്ത് കുറച്ച് സമയം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ്. അടുത്ത ഇതാ മാട്ടുമല പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വലിയൊരു പാറക്കെട്ടിൽ കയറ്റിയാണ് ഡ്രൈവർ ജീപ്പ് നിർത്തിയിട്ടുണ്ടായത്. അടുത്തുള്ളവരെ കാണാൻ പോലും പറ്റാത്ത വിധം ഇടയ്ക്ക് കോടമഞ്ഞ് കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കോടമഞ്ഞ് നീങ്ങുന്ന സമയത്ത് ദൂരെയായിട്ട് പറമ്പിക്കുളം അണക്കെട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ശക്തിയായിട്ടുള്ള കാറ്റും ഈ കോടമഞ്ഞും എല്ലാം കൂടെ ഈ യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കൊടുത്ത പൈസക്ക് വേർത്തായിരുന്നു ഈ യാത്ര. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കേട്ടോ ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത്. അതുതന്നെ പോയി കഴിഞ്ഞാൽ 6 മണീൻ്റെ മുന്നായിട്ട് നമ്മൾ തിരിച്ചെത്തുകയും വേണം. ഇവിടെ നിന്ന് തന്നെ ഇതുപോലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കും ജീപ്പ് സർവീസസ് അവൈലബിൾ ആണ്. സഫാരി കഴിഞ്ഞ് പുറത്തുള്ള ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പറമ്പിക്കുളം പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ യാത്ര കൊല്ലങ്കോട്ടേക്കാക്കി. പച്ചപ്പും നാട്ടിൻപുറ കാഴ്ചകളും ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ കൊല്ലങ്കോട്. നെല്ലിയാമ്പതിയിൽ നിന്ന് ഏകദേശം ഇവിടേക്ക് 44 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ.
നെൽവയലുകളുടെ പച്ചപ്പും കരിമ്പനകളും ഓലമേഞ്ഞ വീടുകളും പൂച്ചെടികൾ കൊണ്ട് തീർത്ത വേലിയും ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ്. ഗ്രാമീണ കാഴ്ചകൾ കണ്ടതിന് ശേഷം ചിങ്ങൻചിറ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. പ്രകൃതി തന്നെ ആരാധനമൂർത്തിയായി നിലകൊള്ളുന്ന ആത്മീയ ഭൂമിയാണ് ചിങ്ങൻചിറ. ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഈ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. കളിയാട്ടം, കുഞ്ഞിരാമായണം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളുടെ ലൊക്കേഷനാണ് കേട്ടോ ഇത്. ഇവിടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു സ്ഥലം കുറച്ചുകൂടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണെന്ന് കണ്ടപ്പോൾ തോന്നി. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ മാറിയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായത് കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ യോഗ സെൻറ്ററിലേക്കാണ്. കൊല്ലങ്കോട് നിന്ന് 95 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഇവിടേക്ക്. നിങ്ങൾ യോഗ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരെ വെള്ളയംഗിരി പർവ്വതനിരകളുടെ താഴ്വാരത്ത് 150 ഏക്കറിലേറെ പരന്നു കിടക്കുന്ന ഇഷ യോഗ സെന്ററിലേക്ക് ഒരിക്കലെങ്കിലും പോയിരിക്കണം. സദ്ഗുരു ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ആശ്രമം ഒരു പ്രത്യേക മതത്തിലോ വിശ്വാസ പ്രമാണത്തിലോ അധിഷ്ഠിതമല്ലാത്ത ധ്യാന കേന്ദ്രമാണ്. 112 അടി ഉയരത്തിൽ 500 ടൺ ഭാരമുള്ള ആദിയോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ശിവന്റെ പ്രതിമയെ കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. യോഗയുടെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടുകയാണ് ഇഷ ഫൗണ്ടേഷന്റെ ലക്ഷ്യം. ആദ്യമായി യോഗയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനിൽ ജനിപ്പിച്ചത് ശിവൻ എന്നാണ് സങ്കല്പം. മനുഷ്യ ശരീരത്തിൽ 112 ചക്രങ്ങളുണ്ട് എന്ന് ശിവൻ പഠിപ്പിച്ച വിശ്വാസപ്രകാരമാണ് ശിവന്റെ ഈ പ്രതിമയ്ക്ക് 112 അടി ഉയരം കൊടുക്കാൻ കാരണം. ഈ ശിവപ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ശിവന്റെ പ്രതിമയായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രതിമയുടെ പിറകിലൂടെ കാൽനടയായി കുറച്ചു ദൂരം നടന്നാൽ ഇഷ യോഗ സെന്ററിൽ എത്താം. നടക്കാൻ കഴിയാത്തവർക്ക് ഇലക്ട്രിക്കൽ വാഹനത്തിലോ കാളവണ്ടിയിലോ പോകാം. പോകുന്ന വഴികളിൽ കൃഷിയിടവും ഇഷ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും കാണാൻ പറ്റും. ഈ പ്രതിമയുടെ ചുവട്ടിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ശിവരാത്രി ദിവസത്തെ ഇഷയിലെ ആഘോഷം അതിഗംഭീരമാണ്. ഹോളിഡേയ്സിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും. കുട്ടികളുമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ 6 മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. എൻട്രി ചാർജൊന്നുമില്ല. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് നടക്കുന്ന ലേസർ ലൈറ്റ് ഷോ ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. Magnificent state of yoga, many mysteries of the created and the uncreated cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
Parvati. And hence he is the Ardhanari, the ideal man, where one half of him is woman. His constant companions asked, "What about us?" Adiyogi said, "Just drink of me." We turned into crucibles of civilization. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.